ഒരു മനുഷ്യൻ ഒരു കായലിൽ മീൻ പിടിക്കുവാൻ വേണ്ടി വലയുമായിട്ട് വന്നു. വലയുമായിട്ട് വന്നിട്ട് അദ്ദേഹം ആ വെള്ളം കണ്ടപ്പോൾ അടുത്ത ദിവസം മീൻ പിടിക്കാമെന്നും പറഞ്ഞ് നേരെ തിരിച്ചു പോയി. അപ്പോൾ ഇതൊരു തവള കണ്ടു. തവള കണ്ടിട്ട് പ്രകാരം മീനിനോട് വന്ന് പറഞ്ഞു, മീനെ നാളെ ഈ നേരത്ത് നമ്മെ പിടിക്കാൻ വേണ്ടി വലയുമായി ഒരുത്തൻ വരും, നമ്മൾ രക്ഷപ്പെടണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ മോനെ, എനിക്ക് സഹസ്ര ബുദ്ധി ഉണ്ടടാ, എനിക്ക് 1000 ബുദ്ധിയുണ്ട്. ഒരു ബുദ്ധി പറ്റിയില്ലെങ്കിൽ അടുത്ത ബുദ്ധി ഉപയോഗിച്ച് ഞാൻ രക്ഷപ്പെട്ടോളാം. പക്ഷേ അടുത്ത തവള വേറൊരു ഭാഗത്തേക്ക് പോയപ്പോൾ ആമ ഇങ്ങനെ പോവുകയഴഞ്ഞു. ആമയുടെ അടുക്ക പറഞ്ഞപ്പോൾ ആമ പറഞ്ഞു, എനിക്ക് ശതബുദ്ധിയുള്ള കാര്യം നിനക്കറിയത്തില്ല, എനിക്ക് 100 ബുദ്ധിയുണ്ട്, നീ പോ. അടുത്ത സ്ഥലത്തേക്ക് പോയപ്പോൾ ഞണ്ടിങ്ങനെ എഴഞ്ഞു പോവുകയാണ്. ഞണ്ടിനോട് പറഞ്ഞു, ഞണ്ടേ ഒരുപാട് പേരെ കടിച്ചതല്ലേ, നാളെ ഈ നേരത്ത് ഒരുത്തൻ വലയുമായി വരുന്നുണ്ട്, നീ എങ്ങനെ രക്ഷപ്പെടണം പറഞ്ഞു. എനിക്ക് 5 ബുദ്ധിയുണ്ട്, എനിക്ക് 5 ബുദ്ധിയുണ്ട്, നീ പോയി രക്ഷപ്പെടാൻ പറഞ്ഞു. ഏതായാലും അടുത്ത ദിവസം വലയുമായിട്ട് വന്നു. ശ്രദ്ധിക്കൂ, തവള അങ്ങ് പോയി വലയുമായിട്ട് വന്നു. ആദ്യം കിട്ടിയത് ആ വലയ്ക്കകത്ത് ഈ മീനിനെയാണ് കേട്ടോ. ഈ മീനിനെ കിട്ടി. എന്നിട്ട് പറഞ്ഞു, സഹസ്ര ബുദ്ധിതാ മൂക്കിതാ കമ്പിതാ. വല്ലതും മനസ്സിലായോ? ഹലോ, സഹസ്ര ബുദ്ധിതാ മൂക്കിതാ കമ്പിത എന്ന് പറഞ്ഞാൽ, എൻ്റെ മോനെ, നിനക്ക് 1000 ബുദ്ധി ഉണ്ടെങ്കിലും നിന്റെ മൂക്കിലൂടെ കമ്പി കയറ്റിയാൽ പിന്നെ നിനക്ക് അനങ്ങാൻ പറ്റത്തില്ല. സ്തോത്രം. അടുത്തൊരു ആമയെ കിട്ടി. ശതബുദ്ധിത നെഞ്ചിത കല്ലിത. ഹലോ, ശ്രദ്ധിക്കുന്നുണ്ടോ? എന്താ മനസ്സിലായേ? ശതബുദ്ധിത നെഞ്ചിത കല്ലിത എന്ന് പറഞ്ഞാൽ, എൻ്റെ ആമയെ, നീ എങ്ങനെ ഇടന്നഴഞ്ഞാലും നിന്നെ മലർത്തി ഇട്ടിട്ട് നെഞ്ചിലൊരു വലിയ കല്ലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അനങ്ങാൻ പറ്റിയല്ല കേട്ടോ. അടുത്ത ഒരുത്തൻ ഇതാ ഓടുക. ആരാ? ഞണ്ട്. ഒരുപാട് പേരെ കടിച്ച ഞണ്ട. ഇതാ പഞ്ചബുദ്ധിതാ കാലിതാ കൈയിതാ. തീർന്നു. നിനക്ക് 5 ബുദ്ധി ഉണ്ടെങ്കിലും നിന്റെ കാലും കൈ ഓടിച്ചിട്ടാൽ പിന്നെ നീയും അനങ്ങത്തില്ല. ഇതെല്ലാം കണ്ടിട്ട് തവള പറഞ്ഞു, അയ്യോ, എനിക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല, എനിക്ക് ഒരു ബുദ്ധിയേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഏക ബുദ്ധിത തത്തിത പൊത്തിത എന്ന് പറഞ്ഞാൽ, എനിക്ക് ഒറ്റ ഒരു ബുദ്ധിയേ ഉള്ളൂ. പക്ഷെ ഒറ്റ ബുദ്ധി ഉപയോഗിച്ച് തത്തി പൊത്തിലേക്ക് കയറി രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, കർത്താവിനെ അറിയാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. നിന്റെ ഉള്ള ബുദ്ധി ഉപയോഗിച്ച് നീ രക്ഷപ്പെടാൻ നോക്ക് കേട്ടോ.